പ്രിയമുള്ളവരെ, വചനജ്വാല 1756 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 22 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 22-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഏദോമിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, സെയിർ മലയ്ക്കു നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക. അതിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സെയിർ മലയെ, ഇതാ ഞാൻ നിനക്കെതിരാണ്, നിനക്കെതിരെ ഞാൻ കരം നീട്ടും. ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും. നീ വിജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത്, അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിനെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കുന്നു. അത് നിന്നെ പിന്തുടരും. നീ രക്തം ചൊരിഞ്ഞു, രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. സെയിർ മല ഞാൻ വിജനവും ശൂന്യവുമാക്കും. അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും. നിഹിതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും. വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും. നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും. മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. കർത്താവ് അവിടെ ഉണ്ടായിട്ടും ഈ 2 ജനതകളും രാജ്യങ്ങളും എന്റേതാകും. ഞാൻ അവ കൈവശമാക്കും എന്ന് നീ പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് അവരോടുള്ള വിരോധം നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും. നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു. ഞാനത് കേട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു. അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർത്തിക്കും. സെയിർ മലയെ, ഏദോം മുഴുവനുമേ, നീ വിജനമാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ നോളയിലെ വിശുദ്ധ പൗളീനോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 6-7 വിശുദ്ധരുടെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള വിശുദ്ധ പൗളീനോസ് തെരാസിയ എന്ന ക്രിസ്ത്യൻ വനിതയെ വിവാഹം ചെയ്തു. അതിനുശേഷമാണ് 31-ാം വയസ്സിൽ സ്നാനം സ്വീകരിച്ചത്. ഒരു കുട്ടിയുണ്ടായത് ശിശുപ്രായത്തിൽ തന്നെ മരിച്ചു. അനന്തരം ബാഴ്സിലോണയിൽ കുറെ കാലം ചെലവഴിച്ചതിന് ശേഷമാണ് വൈദികനായത്. തെരാസിയ അവൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ്
ദരിദ്രർക്ക് കൊടുത്ത് അവൾ മഠത്തിൽ ചേർന്നു. പൗളീനോസ് വിശുദ്ധ അംബ്രോസിന്റെ കൂടെ സന്യാസിയായി. അദ്ദേഹവും വസ്തുവകകൾ മുഴുവൻ വിറ്റ് ജനങ്ങൾക്ക് നൽകി. നോളയിൽ ഒരു ദേവാലയവും ഒരു ആശുപത്രിയും സ്ഥാപിച്ചു. 55-ാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി. അടിമകൾക്ക് വേണ്ടി അടിമയായി. മെത്രാനാണ് അടിമ ആയത് എന്നറിഞ്ഞപ്പോൾ രാജകുമാരൻ മെത്രാനെ വെറുതെ വിട്ടു. 77-ാം വയസ്സിൽ വിശുദ്ധ പൗളീനോസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് വിശുദ്ധ ജോൺ ഫിഷറിനെയും വിശുദ്ധ തോമസ് മൂറിനെയും അനുസ്മരിക്കുക. ഇംഗ്ലീഷ് സഭയുടെ മഹത്തമായ കാർഡിനൽ ജോൺ ഫിഷർ ബെവർലിയിൽ 1469 റോബർട്ട് ഫിഷറിന്റെ ഇളയ മകനായി ജനിച്ചു. തുടർന്ന് കാംബ്രിഡ്ജിൽ നിന്ന് MA ബിരുദമെടുത്തു. അതേ വർഷം തന്നെ പുരോഹിതനായി. 1504 നവംബർ 17-ാം തീയതി റോച്ചസ്റ്റർ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി 8-ാമൻ തൻ്റെ പ്രഥമ വിവാഹം കഴിഞ്ഞ് 23-ാം വർഷം പ്രഥമ ഭാര്യയെ ഉപേക്ഷിച്ച് രണ്ടാമതും വിവാഹം കഴിക്കാൻ മാർപ്പാപ്പ അനുവദിക്കാതായപ്പോഴും താൻ തന്നെയാണ് ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചപ്പോഴും 3-ാം പൗലോസ് മാർപ്പാപ്പ ഫിഷറിനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയതും ഹെൻറിക്ക് പ്രകോപനത്തിന് കാരണമായി. ജൂൺ 22-ാം തീയതി 9 മണിക്ക് ബിഷപ്പ് ഫിഷറിന്റെ ശിരച്ഛേദം നടത്താൻ ഹെൻറി നിശ്ചയിച്ചു. കഴുമരത്തിൽ കയറിയ ശേഷം അവിടെ നിന്നിരുന്ന പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന്റെ പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ പ്രതി മരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കണമേ. അനന്തരം മഴുകൊണ്ടുള്ള ഒരു വെട്ടിന് കർദിനാൾ ഫിഷറിന്റെ ശിരസ് അറ്റുവീണു. 1935 പിയൂസ് 11-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, രക്തസാക്ഷിയായ തോമസ് മൂർ ലണ്ടനിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം ഹെൻറി 8-ാമൻ തോമസ് മൂറിനെ ലോർഡ് ചാൻസലർ ഓഫ് ദ എക്സ്ചെക്കർ ആക്കി നിയമിച്ചു. ഖാദറിനെ അദ്ദേഹം ഉപേക്ഷിച്ച് ആൻബാളിനെ വിവാഹം കഴിക്കാനും ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി തന്നെ തന്നെ പ്രഖ്യാപിക്കാനുമുള്ള ഹെൻറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് തോമസ് മൂർ ഉദ്യോഗം രാജിവെച്ചു. ഇംഗ്ലണ്ടിലെ രാജാവാണ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരി എന്ന സത്യം ചെയ്യാൻ തോമസ് മൂർ തയ്യാറാകാത്തതിനാൽ 1534 അദ്ദേഹം ടവർ ഓഫ് ലണ്ടനിൽ അടയ്ക്കപ്പെട്ടു. ഭാര്യ ചെന്ന് രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്മാറാൻ ഭർത്താവിനോട് അപേക്ഷിച്ചു. 15 മാസം ജയിലിൽ കിടന്ന് ക്ഷീണിതനായിരുന്ന തോമസ് മൂർ കഴുമരത്തിലേക്ക് കയറുമ്പോൾ പറഞ്ഞു, മുകളിലേക്ക് കയറാൻ എന്നെ ഒന്ന് സഹായിച്ചേക്കൂ. കീഴോട്ട് ഞാൻ തനിയെ പോന്നുകൊള്ളാം. ഒരു തമാശ കൂടി അദ്ദേഹം പറഞ്ഞു. മഴുകൊണ്ട് ആരാച്ചാർ കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ തൻ്റെ താടിമീശ പകുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ താടിമീശ വെട്ടിമുറിക്കല്ലേ, അത് രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. അങ്ങനെ വിശുദ്ധ
തോമസ് മൂർ രക്തസാക്ഷിത്വം വരിച്ചു. 1886 ഡിസംബർ 29 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്നും 1935 പിയൂസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്നും നാമകരണം ചെയ്തു. ജൂബിലി വർഷമായ 2000 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനെന്ന് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, നോളയിലെ വിശുദ്ധ പൗളീനൂസ് മെത്രാന്റെ മാധ്യസ്ഥം യാചിച്ചും രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഫിഷർ, വിശുദ്ധ തോമസ് മൂർ എന്നിവരുടെ മധ്യസ്ഥം യാചിച്ചും ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.